പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എംപിയെ പോലീസ് മർദ്ദിച്ചെന്ന് സംബന്ധിച്ച് റൂറൽ എസ്പി കെ.ഇ. ബൈജു ലാത്തിചാർജ് നടന്നിട്ടില്ല. എംപിയെ പിറകിൽ നിന്ന് അടിക്കുകയായിരുന്നുവെന്നും റൂറൽ എസ്പി പറഞ്ഞു. മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് ഡിജിപിക്ക് പരാതി നൽകി. ഷാഫി പറമ്പിലിന് പരിക്കേറ്റ സംഭവത്തിൽ പോലീസിന് തെറ്റുപറ്റിയതായി റൂറൽ എസ്പി കെ.ഇ. ബൈജുവിന്റെ കുറ്റസമ്മതം. ലാത്തിചാർജ് ഞങ്ങൾ പോലീസ് ചെയ്തിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ ഉള്ള ചില ആളുകൾ മനഃപൂർവ്വം അവിടെ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ പിന്നീട് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഞങ്ങളിപ്പോൾ AI വിളക്ക് ഉപയോഗിച്ചിട്ട് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ആയിക്കൊണ്ടിരിക്കുക. എംപിനെ ഇവിടെ നിന്ന് പോലീസുകാർ പുറകിൽ നിന്ന് ലാത്തിക്കൊണ്ട് ഇങ്ങനെ കിട്ടുന്നൊരു സ്ഥലം. വടകരയിലെ ഒരു പരിപാടിയിലാണ് പ്രതികരണം. പോലീസ് നടപടിയെ ന്യായീകരിച്ച് രംഗത്തെത്തിയ CPM-നെ സമ്മർദ്ദത്തിലാക്കുന്നതാണ് റൂറൽ എസ്പിയുടെ പ്രതികരണം. അതേസമയം സംഭവത്തിൽ പോലീസിനെതിരെ നടപടി ആവശ്യം ശക്തമാക്കുകയാണ് കോൺഗ്രസ്. ഷാഫിയെ മർദ്ദിച്ചതിൽ ലോക്സഭാ പ്രിവിലേജ് കമ്മിറ്റിക്ക് പരാതി നൽകും. പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് DGPക്കും പരാതി നൽകി. 2 DYSPമാർക്കെതിരെയും ഷാഫിയെ തല്ലിയ പോലീസുകാരുടെയും പേരിൽ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ DGPക്ക് പരാതി അയച്ചത്. അത് നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ 5-6 ദിവസം കാത്തു നിൽക്കും. അടുത്ത ദിവസം റൂറൽ SP വടകര താമസിക്കുന്ന വീടിന് മുമ്പിൽ ഞങ്ങൾ ഉപരോധം ഏർപ്പെടുത്തും. പരുക്കേറ്റ് ICUവിൽ കഴിയുകയായിരുന്ന ഷാഫി പറമ്പിലിനെ ഇന്ന് റൂമിലേക്ക് മാറ്റി. ഷാഫിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്നും വൈകാതെ ആശുപത്രി വിടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. ഇതിനിടെ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് ഇന്നലെ പേരാമ്പ്രയിൽ UDF നടത്തിയ പ്രതിഷേധ സംഗമത്തിനെതിരെ കേസെടുത്തു. കണ്ടാലറിയുന്ന 354 പേർക്കെതിരെയാണ് കേസ്. മീഡിയ 1 കോഴിക്കോട്.